പേടിയുണ്ട്. പുള്ളി അങ്ങോട്ട് കൊണ്ടുവന്നൊന്നും അറിയില്ല. പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഡോറുകളൊക്കെ അടച്ചോ, ചിലപ്പോൾ കള്ളന്മാർ കയറാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ട്രെയിനുണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പൈസ കുറച്ച് കൂട്ടിയാണോ മേടിച്ചതെന്നൊരു സംശയം. കാരണം 190 അടുത്ത് 225 അവർ മേടിച്ചിരിക്കുന്നു. കുഴപ്പമില്ല. എന്താ അവസ്ഥ നോക്കട്ടെ. വണ്ടി 8:21 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ കിട്ടി. പക്ഷെ ഇത് ചെന്നൈയിൽ നിന്ന് വന്ന ട്രെയിനാണ്. അപ്പം ഇതിലിപ്പോൾ കയറിയിട്ടുണ്ട്. ഇപ്പം എന്താ അവസ്ഥ അറിയില്ല. നോക്കാം. ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. ഇത് സംശയം ഉണ്ടായിരുന്നു. ഇത് പ്ലാറ്റ്ഫോം പറഞ്ഞ പ്ലാറ്റ്ഫോമിലൊന്നും അല്ല വന്നത്. 3rd പ്ലാറ്റ്ഫോമിലാണ് വന്നത്. കുഴപ്പമില്ല, നോക്കാം. ഇത് ഉദംപൂർ പോകുന്ന പറഞ്ഞു. എന്തായാലും കയറി. ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ മാറിയിട്ട് ഞാൻ ചിലപ്പോൾ സ്ലീപ്പറിലേക്ക് കയറും. നോക്കട്ടെ. അടുത്ത സ്റ്റേഷൻ ഇത് നിർത്തും. അപ്പം മാറി കയറി നോക്കാം. ഇതിലത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഇവിടുന്നുള്ള യാത്ര ഇച്ചിരി വിഷയമാണ്. കാരണം ഇവിടുന്ന് വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ല. എന്ത് ചെയ്യാന്ന് അറിയില്ല. ഇവിടുന്ന് ഇപ്പോൾ പോകണമെങ്കിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ പോകേണ്ടി വരും. അത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഭയങ്കര തിരക്കാണ് അവിടെ. ഞാൻ സ്ലീപ്പറിൽ ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് 425 രൂപ കൊടുക്കണം. മൊത്തത്തിൽ ഇവിടുന്ന് സെക്കൻഡ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് 225 രൂപയേ ഉള്ളൂ. അപ്പം പിന്നെ അത് തന്നെയല്ല നല്ലത്. സെക്കൻഡ് ക്ലാസ്സിൽ കയറി നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും പോവാം. നാളെ അവിടെ ഉദംപൂർ എത്തുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അതാണ് കുഴപ്പമില്ല, നോക്കാം. സത്യത്തിൽ ഇന്നലത്തെ ബാക്കി വീഡിയോ ഇടാൻ വിട്ടുപോയതല്ല. ശരിക്കും പേടിച്ചിട്ടാണ് ഇടാതിരുന്നത്. കാരണം അവിടെ ഞാൻ ട്രെയിനിൽ കയറി കടന്ന സമയത്ത് പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഡോറുകളൊക്കെ അടച്ചോ, ചിലപ്പോൾ കള്ളന്മാർ കയറാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് തുടങ്ങി. പിന്നെ ഞാൻ കിടന്നങ്ങോട്ട് ഉറങ്ങി. ഇപ്പം നമ്മൾ രാവിലെയായി. ഇപ്പം നമ്മൾ ഉദംപൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളുള്ളത് പഞ്ചാബിൻ്റെ സൈഡിലാണ്, പഞ്ചാബിലുള്ള. അപ്പം പഞ്ചാബിൽ കുറേ ആർമി ക്യാമ്പും അതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഇതൊക്കെ പഞ്ചാബിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുടെ ജീവിത രീതികളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് നദികളും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. പക്ഷേ അധികം വെള്ളം കാര്യങ്ങളൊന്നുമില്ല. ഇവർക്കൊക്കെ ചെറിയ വീടാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നദിയുണ്ട്. വലിയ വെള്ളമൊന്നുമില്ല. പക്ഷേ എനിക്കൊന്ന് വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ വലിയ വെള്ളം വരുന്ന പുഴയായിരിക്കും ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇപ്പോൾ വെള്ളം കൂടെ വന്ന് എന്തായിരിക്കും അവസ്ഥ. കുറേ വെള്ളം കയറി ഇത് ഫ്ലഡായിട്ട് ഡാമേജ് ആവുന്നതാണെന്ന് പറയാൻ പറ്റില്ല. സൈഡൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം കുറച്ച് ദിവസം മുമ്പേ വലിയ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നോർത്ത് ഇന്ത്യ മൊത്തം പ്രശ്നത്തിലായിരുന്നല്ലോ കുറച്ച് ദിവസം മുമ്പേ. അപ്പം അതിൻ്റെ ബാക്കി പത്രമാണോ ഈ കാണുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുണ്ട്. ഇവിടെ കൂടുതലും വെള്ളക്കല്ലുകൾ പോലത്തെ കല്ലുകളാണ്. മുഴുവൻ ഇപ്പോൾ ഈ പുഴ മുഴുവൻ വലിയ വെള്ളക്കല്ലുകൾ പോലത്തെ കല്ലുകൾ മൊത്തം അതേ ഉള്ളൂ. ഇവിടുത്തെ മണ്ണ് തന്നെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പം നമ്മൾ പഞ്ചാബിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നു. ഇതൊക്കെ എന്താ സംഭവം എന്നറിയില്ല. കാരണം കുറേ ഏരി ഇങ്ങനെ വെള്ളം കൊണ്ടുപോയ പോലെയൊക്കെ തോന്നുന്നു. വലിയ ഫ്ലഡ് സംഭവിച്ച പോലെയൊക്കെ. ഇത് ഫ്ലഡ് സംഭവിച്ചതാണോ ഇതിങ്ങനെ തന്നെയാണോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ കുറച്ച് നാൾ മുമ്പേ വലിയ എന്തോ ഫ്ലഡൊക്കെ സംഭവിച്ചായിരുന്നു. ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ സംഭവിച്ച സ്ഥലമായിരുന്നു തോന്നുന്നു. ഈ ജമ്മു താവി ഉദംപൂർ ഈ റൂട്ടിലേക്ക് പോകുന്നതൊക്കെ ഇതുപോലെ വലിയ തുരങ്കങ്ങളും ഗുഹകളും
ഗുഹകളൊക്കെയുള്ള വഴികളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര രസമാണ് അതിൻ്റെ സൈഡിലുള്ള സീൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫ്ലഡൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ കാണാൻ നമുക്ക് തന്നെ പേടിയാവും. ഇതെന്താ സംഭവിച്ചേ? ലാൻഡ് സ്ലൈഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ദൂരെ നിന്നൊക്കെ മലയൊക്കെ പോയി കിടക്കുന്നു. ഈ പാലത്തിൽ നിന്നുള്ളൊരു വിഷ്വല് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ, കിടില. നമ്മൾ വിചാരിക്കും നമ്മളെ ഇന്ത്യ ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷെ ഉണ്ടല്ലോ, പണിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, കിടിലം പരിപാടികളാ. ഇവരൊക്കെ എങ്ങനെ ഇത് ഇപ്പം കണക്ഷൻ്റെ ആണെങ്കിലും ഇലക്ട്രിക്കലാണെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടത് ഭയങ്കര അതിശയമുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യനെ പല കാര്യങ്ങളിലും കുറ്റം പറയുമെങ്കിലും ഇവിടെയൊക്കെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇവിടെ എങ്ങനെ ഇവരിത് പണിഞ്ഞു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത്. നിങ്ങൾ കാണുമ്പോൾ അതിശയപ്പെട്ടു പോകുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഇവരെങ്ങനെ ഇത് അവിടെയാണ് ഇതൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിപ്പം എന്തെങ്കിലും സംഭവിച്ച് പൊളിഞ്ഞു വീണാൽ പിന്നെയും പണിയണം. ഇതുണ്ടോ, എല്ലായിടത്തേക്കും ഉണ്ട് കേട്ടോ. അവിടെ ഒരു സ്റ്റേഷൻ തന്നെയുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കറണ്ടിൻ്റെ തന്നെയാണ് അല്ലേ. ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു എല്ലാം കറണ്ട് പോകുന്നത്. എൻ്റെ അമ്മ, അങ്ങോട്ടൊക്കെയാണ് മുകളിലേക്കൊക്കെ പോസ്റ്റുകൾ പോയിരിക്കുക. ഇവിടെ നല്ല ഇങ്ങോട്ട് വീടുകളും കാര്യങ്ങളുണ്ട് ഈ സൈഡിലോട്ട്. ഇവിടെയൊക്കെ വീടുകൾ. ഇവർ കൂടുതലും കൃഷിക്കാരാട്ടോ. ഇവർ കൃഷിക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവർക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയം. അവിടെ ഒരു ഗ്രാമം, അവിടെ നിന്നൊക്കെ ലാൻഡ് സ്ലൈഡിങ് ആവുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇവരൊക്കെ എങ്ങനെ ഇവിടെ ഇവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ച് അപ്പുറത്താണ്. ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന ലിപ്പ് ക്ലീൻ ചെയ്തത് ഇവിടെയൊക്കെ ഇതല്ലേ. ഇതെല്ലാം ഒരു ഫുള്ള് മണ്ണിടിഞ്ഞ് വീണ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു
റെയിൽപാതയാട്ടോ ഇത്. അടുത്തൊരു അത്ഭുതം. ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ രാംനഗർ എന്ന് പറഞ്ഞൊരു ചെറിയ സ്റ്റേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അടുത്ത ഉദംപൂർ വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുരങ്ങന്മാർക്ക് ഇവർ തീറ്റയൊക്കെ കൊടുക്കും. ഭയങ്കര ഫ്രണ്ട്ലി ഇവർ. വിചാരിച്ച പോലെ വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഭയങ്കര ചൂടാ. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ശരിയാവുമായിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണോ അറിയത്തില്ല. ഇപ്പം മഞ്ഞിൻ്റെ സീസൺ അല്ല ഒന്നാമത്തെ കാര്യം. ഇതൊക്കെ ഇവർക്കിങ്ങനെ ഭക്ഷണം കൊടുത്ത് വെറുതെ അല്ലേ ഇവരൊന്നും നമ്മളെ ചെയ്യാതിരിക്കുന്നത്. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി കണ്ട. ഇവരിപ്പോൾ ഇട്ടുകൊടുത്ത ഇവിടെ ആരോ ഇട്ടുകൊടുത്ത ചിപ്സോ അങ്ങനെ എന്താ കണ്ട ഇവർ ഇവർക്ക് തിന്നുന്നു. ദാല് അത് അവിടെ വേറെ ഒരുത്തൻ കൂടോടെ തിന്നുന്നു. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റേഞ്ചില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ജിയോയ്ക്കൊന്നും കിട്ടൂല, റേഞ്ച് കിട്ടത്തില്ല. എന്നുവെച്ചാൽ പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ അലൗഡ് ഉള്ളൂ ഇവിടെ. പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ റീചാർജ് ചെയ്ത സിമ്മൊന്നും അലൗ ചെയ്യില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. അതിപ്പോൾ എനിക്ക് പറ്റിയ തെറ്റാ. അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അവിടെ ചെന്നിട്ട്. ഇപ്പോൾ ഇതുവരെ നെറ്റ്വർക്കിൽ കണക്ഷൻ അല്ല, മൊബൈൽ നെറ്റ്വർക്കില്ല. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. നോക്കാം. ഉദംപൂരെത്തി, ഉദംപൂർ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഷെയർ ടാക്സി പിടിക്കണം, അല്ലെങ്കിൽ ലോക്കൽ ബസ് സർവീസ് ഉണ്ടോ നോക്കണം. ഇവിടുന്ന് നല്ല പൈസയാണ് പറയുന്നത്. ചിലവുകളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതുവരെ വന്ന ചിലവുകളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് കൊടുക്കാം. ഇനിയിപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇപ്പം കുറച്ച് ബ്രെഡും പഴവും ഉണ്ട് കയ്യിൽ. ഇവിടെ ഒന്നും വെള്ളവും ഇല്ല. ഇവിടുന്ന് ഇപ്പം എങ്ങനെയാണ് അങ്ങോട്ടുള്ള പോക്കെന്ന് അറിയത്തില്ല. ഇപ്പം ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റാണ്. ഒരു കാര്യം, ഇത് വരുന്നത് നമ്മുടെ ചെന്നൈയിൽ നിന്നാട്ടോ. ഈ ട്രെയിൻ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഇനി ഒരു സ്റ്റേഷൻ കൂടെ ഉണ്ട്, കറക്കാന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റേഷൻ വരെ ഉണ്ട് വണ്ടി. ഇതൊരു പണി നടക്കുന്ന സ്റ്റേഷനാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഇതാ നമ്മുടെ ട്രെയിൻ വിട്ടു. എൻ്റെ കയ്യിൽ കുറച്ച് പഴവും ബ്രെഡും പീനട്ട് ബട്ടറും ഉണ്ട്. അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ കൈയൊക്കെ ഒന്ന് കഴിയണം, ഒന്ന് ഫ്രഷപ്പ് ആവണം. ചെന്നൈയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ AC ബുക്ക് ചെയ്ത് ഇവിടെ വരെ വരാം. സുഖമുള്ള പരിപാടിയാണ്. ട്രെയിൻ മാറി കയറുമോ ഒരു ടെൻഷനും വേണ്ട. AC പിന്നെ ചെന്നൈയിൽ നിന്നാണ് നിങ്ങൾ വരുന്നെങ്കിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്. പക്ഷേ ഇതിൻ്റെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ഒന്നിനും നമുക്ക് കൊള്ളൂല കേട്ടോ. ഞാൻ വന്ന ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിരുന്നു. അത് പുതിയ ട്രെയിനായിരുന്നു, ഇത് പഴയ ട്രെയിനാണ്. ഹെലികോപ്റ്റർ. ഇവിടെ നല്ല ചൂടാട്ടോ. ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയത്തില്ല. ഇവിടെ എന്തായാലും നല്ല ചൂടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. വെള്ളമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ. കൈ കഴുകാനുള്ള ഫ്രഷപ്പ് ആകാനുള്ള മൂടെല്ലാം പോയി. ഇവിടെ മഞ്ഞുകാലത്ത് എന്ത് രസമായിരിക്കുന്നു ഞാനിങ്ങനെ ആലോചിക്കുന്നു. വേണ്ട, വെള്ളം സർവീസൊന്നും ഇല്ല കേട്ടോ. ടോയ്ലറ്റ് ഒന്നും ഇല്ല. വെയിറ്റിംഗ് റൂം ഇല്ല, ടോയ്ലറ്റ് ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പം ഞാനിവിടുത്തെ ഒരു പോലീസുകാരോട് ചോദിച്ചപ്പം ഒന്നെങ്കിൽ ഷെയർ ടാക്സി അല്ലെങ്കിൽ ബസ്സിന് പോവാന്നാണ് പറയുന്നത്. നോക്കാം ഇത് എന്താ ചെയ്യേണ്ടത്. ഇനി ഇവിടുത്തെ KSRTC ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് നോക്കണം. ഗൈസ്, നമ്മൾ പെട്ടോന്നൊരു സംശയം. കാരണം ബനിഹാലിലേക്കുള്ള റോഡ് പൊട്ടിക്കിടക്കുമെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല ഇവിടുന്ന് ഒരുത്തരും നമ്പാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഒരാൾ പറഞ്ഞ് 1 കിലോമീറ്റർ അങ്ങോട്ട് നടന്നാൽ ചിലപ്പോൾ
റോഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഓട്ടക്കാരെയൊന്നും നമ്പാനേ പറ്റൂല ഗൈസ്. ഇവിടെ നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഇവിടെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ഇവിടുന്ന് നാഷണൽ ഹൈവേയിലേക്കുള്ള ഒരു മാപ്പിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് എത്തി. നോക്കാം. വണ്ടി പിടിക്കുന്നില്ല, ഓട്ടോ ഒന്നും പിടിക്കുന്നില്ല. കാരണം ഉമ്മാര് കഴുത്തിറക്കും നമ്മളെ. ഏതോ സ്ഥലം ഒന്നും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. പക്ഷെ നമ്മളെത്തും ബ്രോ, നമ്മളെത്തും. ചില ആൾക്കാരൊക്കെ നല്ല ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. ഭയങ്കര ചൂടാണ് ഇവിടെ, അതാണ് വിഷയം. വെയിലും ഉണ്ട്, ചൂടും ഉണ്ട്. ഇവിടുന്ന് 2.5 മണിക്കൂറാണ് ബനിഹാലിലേക്ക് എത്താൻ. അതെങ്ങനെയെങ്കിലും എത്തിയാലേ ബാക്കി ട്രെയിൻ കിട്ടുള്ളൂ അവിടുന്ന് ശ്രീനഗറിലേക്ക്. ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, കാരണം ടൂറിസ്റ്റ് ഏരിയ ആണ്. പക്ഷെ ഇവിടെയൊക്കെ ലോക്കൽസാണ് കൂടുതലും. എങ്ങനെയുള്ളവരാ, എന്ത് ചെയ്യുന്നവരാണെന്നും നമുക്കറിയത്തില്ല. വഴി പോലും അറിയത്തില്ലല്ലോ. നെറ്റ്വർക്കും ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ മുമ്പിൽ നാഷണൽ ഹൈവേ ആയതുകൊണ്ടൊരു ധൈര്യം. നോക്കാം. ഭക്ഷണം കഴിക്കാനോ ഫ്രഷപ്പാവാനോ ഒന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ ഉള്ള 2 പഴം തിന്നാം, അതേ വഴിയുള്ളൂ. എനിക്കത് കഴിഞ്ഞപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടി, ഒരു ബുള്ളറ്റിൽ ഒരു ചേട്ടൻ. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. പുള്ളി അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊന്നും അറിയത്തില്ല, എനിക്ക് വഴി അറിയില്ല, ഒന്നും അറിയില്ല. പുള്ളീനെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ബസ് കിട്ടുന്നിടത്ത്. അങ്ങനെയാണ് ഞാൻ കയറിയിരിക്കുന്നത്. മോനെ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് വന്നിട്ടൊരു ആരും അറിയാത്തൊരു ടാക്സിയിൽ കയറി, അല്ല ലിഫ്റ്റ് അടിച്ച്. പേടിയുണ്ടായിരുന്നു കേട്ടോ. ആള് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുള്ള പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതേവരെ ഇത്രയും ദൂരം വന്നിട്ട് അറിയാത്ത ഒരാളോടെ കയറിയിട്ടില്ല. ആള് നല്ല കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചു. നല്ല മനുഷ്യരാപ്പാ. ചില മനുഷ്യര് നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കും. ഞാനൊരു ബസ്സിൽ കയറി. പക്ഷേ ഇവിടുന്ന് സ്ട്രെയിറ്റ് ബനിഹലിലേക്ക് ബസ്സില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രാംബൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ബസ് കയറി. എൻ്റെ കൂടെ ഒരു പഞ്ചാബി ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ. ബനിഹാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് ഭയങ്കര ബ്ലോക്കാണ്. കാരണം നോക്കിയിട്ടുണ്ടോ, ലാൻഡ് സ്ലൈഡാണ് മൊത്തം. ഫുള്ള് ലാൻഡ് സ്ലൈഡാണ്. അങ്ങോട്ടൊക്കെ കണ്ടോ, ഫുള്ള് പോയി കിടക്കുക. ഇതൊക്കെ നമ്മൾ വന്ന വഴിയായത്. ബസ്സിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഒരുപാട് വണ്ടി ഇങ്ങനെ ലൈനിൽ കിടക്കുക. കണ്ടോ എന്തൊരവസ്ഥ ഇവിടെ ജീവിക്കുന്നവരുടെ. പേടിച്ച് വേണം ഓരോ ദിവസം ജീവിക്കാൻ. ഇതുണ്ട് അവിടെയൊക്കെ എന്തോ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ബ്ലോക്ക് വന്നിരിക്കുന്നത്. റോഡ് മുഴുവൻ പോയിട്ട് ഇവർ രണ്ടാമത് പണിഞ്ഞാണെന്ന് ചോദിച്ചിട്ടുണ്ട് റോഡൊക്കെ. അവിടെയൊക്കെ താമസിക്കുന്നവരൊക്കെ അവസ്ഥ പേടിച്ച് വേണ്ട ജീവിക്കാൻ. ഇത് ഇതുണ്ടോ മുകളിലൊക്കെ കണ്ടോ മണ്ണ് വന്നു കഴിഞ്ഞു. ഭയങ്കര ബ്ലോക്ക്, അനങ്ങുന്നില്ല വണ്ടി. എനിക്കാണെങ്കിൽ വൈകുന്നേരം എത്ര മണിക്കാണ് ലാസ്റ്റ് ട്രെയിൻ ശ്രീനഗറിലേക്ക് ഉള്ളതെന്നും അറിയില്ല. ബനിഹാലിലേക്ക് ഇനി കുറേ ദൂരമുണ്ട്. ആ വീട്ടിലൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഇപ്പോൾ വേണേലും താഴേക്ക് വരാതിരിക്കട്ടെ. വണ്ടിക്കാണ് നമ്മൾ ബനിഹയിൽ പോകേണ്ടത്. ബനിഹയിൽ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് വെച്ച് അത് വേറെ എങ്ങോട്ടോ പകുതി വരെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
लास्ट में होता था प्रॉब्लम, क्लियर हो गया ये, अब ये क्लियर हो गया फिर शुरुआत हो जाएगा। इसको टाइम लगेगा टाइम। അങ്ങനെ ഞങ്ങൾ ഉദംപൂരിൽ നിന്ന് രാംബനിലെത്തി. രാംബൻ വരെ എൻ്റെ കൂടെ പഞ്ചാബി ചേട്ടനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി എന്നെ വേറൊരു വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിന് ബനിഹലിലേക്ക് എന്നെ വിട്ടു. ഇവരിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ആളെ കയറ്റിക്കൊണ്ടു. ഈ വഴിക്ക് ബസ് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെയും റോഡ് ലാൻഡ് സ്ലൈഡൊക്കെ ആയിട്ട് പോയി കിടക്കുക, എന്നിട്ട് പിന്നെയും നേരെയാക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടെയും വേറെ ബസ് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്കാണ് പണി മൊത്തം. ടാക്സി ആൾക്കാർ മൊത്തം ആൾക്കാരെ കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നത് ടാക്സിയിലൂടെയാണ്. ഈ സുമോ, മഹേന്ദ്രയുടെ വണ്ടികൾ, അതുപോലെയുള്ള വണ്ടികളാണ് കൂടുതലും ഇവിടെ ടാക്സി ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഭയങ്കര പൊടി. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. റോഡ് പണി മാത്രമല്ല, ഇവിടെ എന്തോ ഫാക്ടറി പോലത്തെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതും നടക്കുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ അതും ആൾക്കാരിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്ന് അത് നീക്കുന്നതിൻ്റെ പരിപാടികൾ നടക്കുന്നു. പിന്നെ നാഷണൽ ഹൈവേയുടെ നമ്മുടെ കാശ്മീർ ടു കന്യാകുമാരിയുള്ള നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇവിടുത്തെ റോഡൊക്കെ പോയി കിടക്കുക. അപ്പോൾ ഇതുപോലുള്ള വണ്ടികളെ ഇതിലേ ഓടുള്ളൂ. ബസ്സോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. അപ്പോൾ ഇതുപോലെ ടാക്സിയൊക്കെയാണ് അവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ ആശ്രയിക്കുന്നത് ഇങ്ങനത്തെ ടാക്സികളാണ്. ഇവർ ഈ റോഡിൽ കൂടെ വണ്ടി ചെറിയ പതുക്കൊന്നുമല്ല കേട്ടോ പോകുന്നത്, നല്ല സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് തന്നെ പേടിയാവും. പിന്നെ ഇപ്പം ഇവിടെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിൽ കണ്ട ഒരു ജമ്മു ആൻഡ് കാശ്മീർ അല്ല ശരിക്കും ഇപ്പം ഇവിടെ ഉള്ളത്. ഇവിടെ ഉണ്ട്, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ വിൻ്റർ അല്ലാത്തതുകൊണ്ടും പിന്നെ ഇങ്ങനെ റോഡ് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും ഇപ്പം ഇതൊരു ടൂറിസ്റ്റിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കില്ല ഒരിക്കലും. ഇപ്പോൾ പോയ ആൾക്കാർ എന്തായാലും മടുക്കും. ഈ സ്ഥലത്ത് പോയാൽ, ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ കൂടെ പോയാൽ ആൾക്കാർക്ക് എന്തായാലും മടുക്കും. കാരണം ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഇനി വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ അടിപൊളിയാവും. ഇവിടെയും കൃഷിയും ആടുകളൊക്കെ തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ. ഇവിടെ റോഡില്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം പൊടിയും ചെളിയുമാണ് ഇവിടെ മൊത്തം. ചെളിയായിട്ടല്ലെങ്കിലും പൊടിയാണ്. ഇപ്പോൾ മഴ പെയ്താൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഇതുണ്ടോ അവിടെ ആ മലയുടെ സൈഡിൽ നിന്ന് ലാൻഡ് സ്ലൈഡ് ആയത് ഉണ്ടോ താഴേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടോ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. പില്ലേഴ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ. എൻ്റെ മോനെ, ഇവിടെ ഇവർ പണിത് ഇത് പൂർത്തിയാക്കുവാണെങ്കിലുണ്ടല്ലോ സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇവിടെ എപ്പോഴും അപകടങ്ങളുണ്ടാകുന്ന സമയം ലാൻഡ് സ്ലൈഡ് കണ്ട് അവരെത്ര നോക്കി. അത് എവിടെയാണ്, ഒരു പുഴയിലാണ് അതിൻ്റെ പില്ലറൊക്കെ വന്നിരിക്കുന്നത്. സല്യൂട്ട് ചെയ്യണം. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ട് പണിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഇവിടെ നിൽക്കുകയുള്ളൂ. കുറേയൊക്കെ ഇവരുടെ നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഈ ഫ്ലഡും കാര്യങ്ങളും മഴയൊക്കെ പെയ്തുകൊണ്ടും പിന്നെ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയി വീണ്ടും പണിയേണ്ടി വരും.